ആദിവാസി മണ്ണ് കീഴടങ്ങില്ല, കാട് മൗനം പാലിക്കില്ല. ആദിവാസി ആദിവാസി ആദിവാസി. മണിക്കൂറുകളായി നഗരമധ്യത്തിലെ ഓടയിലൂടെ ഒഴുകി വരുന്നത് പെട്രോൾ ആണെന്ന വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നു. സംശയം തോന്നി ഇറങ്ങി നോക്കിയതാ. പെട്രോൾ തന്നെ. ലൈറ്ററും ഫോണും ഒന്നും ഉപയോഗിക്കരുത് പ്ലീസ്. ഓക്കെ സാർ, ഈ പെട്രോൾ ഒഴുകിയ സംഭവം തീവ്രവാദികളാണോ പിന്നിൽ? ഈ നഗരം ഇപ്പോൾ ഭയത്തിലാണ്. അതിനെക്കുറിച്ച് ഇപ്പോഴൊന്നും സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഞങ്ങളെല്ലാവരും ഫോറൻസിക് ടീമിനെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ലൈവാണെന്നറിയാം. ദയവ് ചെയ്ത് നിങ്ങളിത് സെൻസേഷൻ ആക്കരുത്. പൗരന്മാരോട് എന്താണ് സാറിന് പറയാനുള്ളത്? സിറ്റി ലോക്ക്ഡൌൺ ആകുമോ? ജനങ്ങളെല്ലാവരും തന്നെ സുരക്ഷിതരായിരിക്കും. ലോക്ക്ഡൌണിനെ കുറിച്ചൊന്നും തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. ഹലോ, മാഡം, മാഡം ഒന്ന് പെട്ടെന്ന് എത്തണം. ഞാനിന്ന് ലീവിലാണല്ലോ. ഇവിടെ ഓട വഴി പെട്രോൾ ഒഴുകുകയാണ്. ജനങ്ങൾ ആകെ ഭയത്തിലാണ്. വേഗം എത്തണം മാഡം. ഞാൻ ഉടനെ എത്താം. ശരി മാഡം. ഓക്കെ. സാർ, രസ്യമാണ് എത്തുമോ? റസിയ മാഡം ഇന്ന് ലീവിലാണ്. എനിക്കാണ് ചാർജ്. ഒരു മിനിറ്റ്. ഒരു ചോദ്യം കൂടെ. മിസ്റ്റർ അരവിന്ദ്, സിറ്റുവേഷൻസ് റിപ്പോർട്ട് ചെയ്യൂ. മാഡം, കനാൽ പെട്രോൾ ഫ്ലോ, ലോക്കൽസ് ആർ പാനിക്. മീഡിയാസ് എല്ലാവരും ഉണ്ട്. മാഡം ഉടനെ എത്തണം. ഓക്കെ മാഡം. നഗരമധ്യത്തിലൂടെ ഒഴുകിയെത്തുന്ന ഈ ഓടയിലൂടെ വരുന്ന പെട്രോൾ തൊട്ടടുത്തുള്ള പറമ്പിലുള്ള ടാങ്കറിൽ നിന്നാണെന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നു. സാർ, ആരെങ്കിലും ബീഡി കത്തിച്ചിട്ടാ മതി മൊത്തത്തിൽ കത്താൻ. തൊട്ടടുത്ത് പെട്രോൾ പമ്പ്, അതിനടുത്ത് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ സംഭവ സ്ഥലം സന്ദർശിക്കാൻ SP റസിയ മാഡം എത്തിയിട്ടുണ്ട്. ജനങ്ങൾ മാഡം, ഇതിനെന്തെങ്കിലും അട്ടിമറി സംശയിക്കുന്നുണ്ടോ? നിങ്ങളാണോ അത് തീരുമാനിക്കുന്നത്? തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ, അതിന് പിന്നിലുള്ള ഒഴിഞ്ഞ പറമ്പിൽ ആരും കാണാത്ത രീതിയിൽ ദുരൂഹത നിറഞ്ഞ ടാങ്കർ. ഇതൊക്കെ കണ്ടിട്ട് മാഡത്തിന് ഒന്നും തോന്നില്ലേ? ഞങ്ങൾ പ്രാഥമിക അന്വേഷണത്തിലാണ്. അന്വേഷണം പൂർത്തിയായെങ്കിൽ എന്തെങ്കിലും പറയാൻ പറ്റും. മാഡം, ഒരു ചോദ്യം കൂടെ. മണിക്കൂറുകളായി ഓടയിൽ നിന്നും ഒഴുകിവരുന്ന പെട്രോളിന്റെ ഉറവിടം തേടി പോലീസ് ഇപ്പോഴും ഇരുളിൽ തപ്പുകയാണ്. മാഡം, സ്ഥിതി വളരെ സങ്കീർണമാണ്. ടാങ്കർ തുറന്നുവിട്ടത് ഉദ്ദേശപൂർവ്വം തന്നെയാണെന്ന് തോന്നുന്നു. ഫയർഫോഴ്സ് എത്തിയോ? സെക്കൻഡ് യൂണിറ്റ് വഴിയിലാണ് മാഡം. മാഡം, അഗ്നിബാധ എപ്പോ വേണേലും ഉണ്ടാവാം. ജനങ്ങൾ ഇപ്പോൾ മരണഭയത്തിലാണ്. ഒരു തീപ്പൊരി മതി ഏത് സമയവും ഈ നഗരം കത്തിപ്പടരാൻ. ഓടയിലൂടെ ഹലോ. ഫസ്റ്റ്, ജനങ്ങളെ പാനിക് ആക്കുന്ന വാർത്തയൊന്നും പുറത്തുവിടരുത്. സെക്കൻഡ്,
ഇതൊരു ക്രിമിനൽ ആക്ഷൻ ആണോ നാച്ചുറൽ ഡിഫക്റ്റ് ആണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പോലീസ് ഫുൾ കൺട്രോളിലാണ്. CCTVയിലൂടെ ഒരാൾ ഓടുന്ന ഫുട്ടേജ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട്. അതെന്താണ്? ഇൻവെസ്റ്റിഗേഷൻ ഈസ് പ്രോഗ്രസിംഗ്. യു ഡു യുവർ ജോബ്, ലെറ്റ് us ഡു ours. ഇപ്പോ സേഫ്റ്റി ആണ് ഫസ്റ്റ് പ്രയോറിറ്റി. ഓക്കെ? ആ ടാങ്കർ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് മാഡം. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ. ടാങ്കർ ലോറി തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. ഏത് പമ്പിലേക്കാണോ വന്നത്? ജില്ലയിലെ എല്ലാ പമ്പുകളിലും അന്വേഷിച്ചു. ഈ ലോഡ് ആരുടേതുമല്ല. ഇയാളാണ് ആദ്യം കണ്ടത്. അതെ, ഞാനാണ് കണ്ടത്. ഞാൻ രാത്രി 2 മണിക്ക് ഒന്നിന് പോവാൻ വേണ്ടി ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരു ടാങ്കർ ലാറി നിൽക്കുന്നു. 4 പേര് അതിൽ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് പോയി. പക്ഷെ എനിക്ക് സംശയമൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ കയറി പോയി. നഗരത്തിലെ എല്ലാ മുക്കും മൂലയും അരിച്ചു പെറുക്കണം. ടോൾ ബൂത്തിലെ വിഷ്വൽസ് എടുക്കണം. അതൊക്കെ ഓൾറെഡി എടുത്തിട്ടുണ്ട് മാഡം. അവർ നഗരം വിട്ടു പോകാൻ ഇടയില്ല. ഒട്ടും സമയം കളയാനില്ല. ഡോഗ് സ്ക്വാഡിനെ ഉടൻ വിവരം അറിയിക്കണം. എന്താണ് റസി ഇത്ര ലേറ്റ് ആയത്? ടു ലേറ്റ്. പാത്തുമ്മ, റസിയക്ക് ഇന്ന് ഒരുപാട് ജോലി ഉണ്ടായിരുന്നു. അതല്ലേ താമസിച്ചേ? മോൾക്ക് മരുന്നൊക്കെ കൊടുത്തോ? സ്കൂളിൽ നിന്ന് വന്നോണ്ട് കൊടുത്തു മാഡം. രാവിലെ ഞാൻ നേരത്തെ പോവും. മാഡം മരുന്നിന്റെ അളവൊക്കെ പറഞ്ഞു തന്നാ മതി, ഞാൻ കൊടുത്തോളാം. യൂണിഫോം ഊരി വെച്ചിട്ട് വീട്ടിലെ ഡ്രസ് ഇടുമ്പോഴാ ഒരാശ്വാസം. ഡ്യൂട്ടി ഒരുപാടുണ്ടോ മാഡം? ഒരു തലവേദന വന്നിട്ടുണ്ട്. ആളില്ലാത്ത ടാങ്കർ ലോറിയിൽ നിന്ന് പെട്രോൾ ലീക്ക് ചെയ്യുന്നു. ആരുടെയാണെന്ന് കണ്ടുപിടിച്ചോ? അത് മമ്മിക്ക് ഫോൺ. ഹലോ മാഡം, 2 പേരെ കിട്ടിയിട്ടുണ്ട്. ഗുഡ്. അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞോ? അവർ സമ്മതിച്ചിട്ടുണ്ട്, പക്ഷെ ഉദ്ദേശം പറയുന്നില്ല. ഓക്കെ, ഞാൻ വരാം. ശരി മാഡം. ഹലോ, വണ്ടി വിട്ടോളൂ കേട്ടോ. ഓക്കെ മാഡം. 2 പേരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പോയി നോക്കിട്ട് വേഗം വരാം. രാത്രി ഫുഡ് കഴിക്കണോ മാഡം? വേണ്ട, മോൾക്ക് കൊടുക്ക്. ഞാൻ ചിലപ്പോ വൈകും. മോളെ, ടാറ്റാ. എടാ എഴുന്നേക്ക്, മാഡം വന്നിട്ടുണ്ട്. എണീറ്റ് വാടാ. സത്യമായിട്ട് അങ്ങ് പറഞ്ഞേക്ക്. എന്തിനാണ് നിങ്ങൾ 4 പേരും ആ ടാങ്കറിൽ ഇവിടേക്ക് വന്നത്?
ചിരിയൊക്കെ മാറും നേരാവണ്ണം മറുപടി പറഞ്ഞില്ലെങ്കിൽ. പറയടാ, അവന്റെ ഒരു ചിരി. മര്യാദയ്ക്ക് പറ. ചോദിച്ചതിന് മാത്രം നീയൊക്കെ മറുപടി പറഞ്ഞാൽ മതി. ആരാടാ നീ? கொஞ்சம் வெயிட் பண்ணுங்க மேடம், அப்புறம் எல்லாமே தெரியும். മോളെപ്പോ ഉറങ്ങി? കൊറേ നേരം നോക്കി, ഇപ്പൊ കിടന്നേ ഉള്ളൂ മാഡം. എന്ത് ചെയ്യാനാ, എന്റെ ഡ്യൂട്ടി കാരണം അവളെ നന്നായിട്ട് ശ്രദ്ധിക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. കുറച്ചുനാള് ലീവ് എടുത്തൂടെ മാഡം? അവളുടെ പപ്പ മരിച്ചതിന് ശേഷം ഇന്നേ വരെ ഒരു കുറവ് അറിയിക്കാതെ ഞാൻ അവളെ വളർത്തിയത്. നോക്കട്ടെ. ഗീത കിടന്നോളൂ, ഞാൻ വൈകും. ഫുഡ് എന്തേലും? വിശപ്പില്ല, താൻ കിടന്നോ. ഞാൻ ഇപ്പൊ വന്ന അപ്ഡേറ്റ് അയച്ചിട്ടുണ്ട്. അവർ 4 പേരും അർബൻ മാവോയിസ്റ്റുകളാണ്. The situation is escalating. We need reinforcement before across the border. സിറ്റിയിലെ എല്ലാ പെട്രോൾ പമ്പുകളും പരിശോധിക്കണം. അറിയാം. ബോംബ് സ്ക്വാഡിനെ വിവരം അറിയിക്കണം ഉടനെ. ഓക്കെ. I am initiating lockdown protocol. Get me the bomb squad immediately. Near the bridge. Control to all units. Be advised, we have a possible IED at the KSRTC stand. ഗുഡ് മോർണിംഗ് മാഡം. നമ്മുടെ റൂട്ടിലുള്ള വാന് കേടായി. വേറെ വാൻ അയക്കുന്നുണ്ട്. ഓക്കെ ടീച്ചർ. മോൾ അതിൽ വിട്ടാ മതി. ഗീത, ഇന്ന് പുതിയ വാനാ വരുന്നേ. മോക്ക് മരുന്ന് കൊടുത്തിട്ട് അതിൽ വിട്ടോളൂ. വിട്ടോളാം മാഡം. ഹലോ മാഡം, ഈ സംഘത്തിൽപ്പെട്ട ഒരാൾ വള്ളക്കടവ് കോളനിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, നിങ്ങൾ പുറപ്പെട്ടോളൂ, ഞാൻ ഉടനെ എത്തിയേക്കാം. കൂടുതൽ ഫോഴ്സിനെ വിളിച്ചോളൂ. വണ്ടി എടുക്ക. പടയുടെ പോരാട്ടം, ജീവൻ കാക്കാൻ തേരോട്ടം, ഉയരും ഉറവും എതിരെ പായും കനലും എരിപായമരും. തീക്കളി പോരാട്ടം, ഓട്ടം തീക്കളി പോരാട്ടം. ചലനം ജലനം മതി കൊയ്യാൻ, പതനം മതികാലം തീർക്കാൻ. ഉയരും മുഷിരായി പോരാട്ടം, വിക്കിയെ മാറ്റും നിയമം കാക്കി. പടയുടെ പടയോട്ടം, പടയുടെ പോരാട്ടം, ജീവൻ കാക്കാൻ തേരോട്ടം. തീക്കളി പോരാട്ടം, പോരിനുമാമാക്കം. ചാവേർ പടയുടെ പോരാട്ടം, ജീവൻ കാക്കമാക്കം.
കേറടാ അകത്ത്. ഇതല്ലേടാ നിങ്ങളുടെ മൂന്നാമൻ? എന്താടാ മറുപടി പറയാൻ സമയമായില്ലേ? പിടിച്ചെറുകടോ എല്ലാത്തിനെയും. നീയൊക്കെ ആരാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി സത്യം പറഞ്ഞോ, എന്താണ് നിങ്ങളുടെ മിഷൻ? ഒഡീഷ്യ ദളത്തിലുള്ള ഞങ്ങളുടെ കൂട്ടരെ നിങ്ങൾ കൊന്നൊടുക്കി. അതിനുള്ള മറുപടി എല്ലാ സ്റ്റേറ്റിലും കൊടുക്കാനാണ് ഞങ്ങളുടെ മിഷൻ. പിന്നെ പെട്രോൾ പമ്പ്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഒരേ സമയം. ഇന്നുച്ചയ്ക്ക് മുമ്പ് ചെറുപുഷ്പങ്ങൾ കരിയും. ഞങ്ങളുടെ ലക്ഷ്യം തടുക്കാൻ നിങ്ങൾക്കാവില്ല. ഞങ്ങളിൽ 2 പേർ ഇപ്പോഴും പുറത്തുണ്ട്. അറിയാവടാ, നിങ്ങളുടെ ഇടയിൽ ഒരു നാലാമനുണ്ട്, ബോംബുകളുടെ മാസ്റ്റർ ബ്രെയിൻ. ആരാണ് അയാൾ? പറയടാ, ആരാടാ അവൻ? എടാ, പറയാൻ. പറയടാ, ആരാടാ അവൻ? ഇന്ന് കുഞ്ഞു പുഷ്പങ്ങൾ കരിയും. നിർത്ത മായിരെ. ആരാടാ നിന്റെയൊക്കെ ലീഡർ? അവരെവിടെയാടാ? പേര് പറയണമെന്ന് തോന്നിയിരുന്നെങ്കിൽ ഞങ്ങൾ മാവോയിസ്റ്റുകളായേനെ. നിങ്ങളുടെ ഈ ചോദ്യം ചെയ്യലുകളേക്കാൾ കഠിനമായ പരിശീലനങ്ങളാണ് ഞങ്ങളുടെ ജീവിതം. ഈ സിറ്റി നശിപ്പിക്കാനുള്ള നിന്റെയൊക്കെ ആഗ്രഹം നടക്കില്ല മോനെ. നടക്കും മോനെ. ഞങ്ങളെ 3 പേരെ പിടിച്ചെന്ന് കരുതി നിങ്ങൾ ജയിച്ചെന്ന് കരുതണ്ട. ഇന്നുച്ചയ്ക്ക് മുമ്പ് കുഞ്ഞു പുഷ്പങ്ങൾ കരിയും. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഇതെന്താ പകരം പദ്ധതിയോ? രക്തത്തിന് പകരം രക്തം. അട്ടപ്പാടി വനത്തിൽ 3 വർഷം മുന്നേ നടന്ന ഏറ്റുമുട്ടൽ ഓർമ്മയുണ്ടോ? വഴി
അന്ന് മാഡമായിരുന്നല്ലോ ഹീറോ, ആയിരുന്നില്ലേ? അട്ടപ്പാടിയിലെ ഞങ്ങളെ കൂട്ടരെ വെടിവെച്ചു കൊന്നു. നീയും നിന്റെ സംഘവും. അട്ടപ്പാടിയിൽ നിങ്ങളെ രക്ഷിക്കാൻ പോലും നോക്കിയിരുന്നു. പക്ഷെ നിങ്ങൾ തന്നെയാണ് ആദ്യം വെടിവെച്ചത്. ഇന്നും അതേ വഴിയോ? അട്ടപ്പാടിയിൽ ഞങ്ങൾക്ക് അഭയം നൽകിയ ആദിവാസികളെ പോലും നിങ്ങൾ കൊന്നൊടുക്കി. അട്ടപ്പാടി തീർന്നിട്ടില്ല, അതൊരു തുടക്കം മാത്രമാണ്. നീ എന്താണോ ഞങ്ങളെ പേടിപ്പിക്കാൻ നോക്ക? ഞങ്ങള് പേടിക്കാൻ ജനിച്ചല്ല CI സാറേ, പേടിക്കാൻ പോകുന്നതേ നിങ്ങളാ. മാഡം, കൺഫർമേഷൻ. സിറ്റിയിലെ 5 പെട്രോൾ പമ്പുകൾക്കടുത്ത് ഐഡന്റിക്കൽ ഹീറ്റ് സിഗ്നേച്ചേഴ്സ് കണ്ടു. അവിടെയാണ് ബോംബ് വെച്ചിരിക്കുന്നത്. എന്തിനാണോ പെട്രോൾ പമ്പുകൾ? ജനങ്ങളെ ടാർഗറ്റ് ചെയ്യാൻ ഇത്ര ക്രൂരത? അതൊരു സ്ഥലമല്ല മാഡം, അതൊരു പോയിന്റാണ്. Chaos, fears, confusion, അതാണല്ലോ റെവല്യൂഷൻ. എന്താ ടീച്ചർ? മാഡം, മോൾ ഇതുവരെ സ്കൂളിലെത്തി. ഒരു വാൻ വന്നതാണല്ലോ, അതിൽ അവള് പോയതാണല്ലോ. അപ്പോ ഞങ്ങൾ അയച്ച വാനിലല്ലേ മോള് കയറിയത്? മൈ ഗോഡ്! അരവിന്ദ്, ഫാത്തിമ ഈസ് മിസ്സിംഗ്. എന്ത്? കുഞ്ഞു പുഷ്പങ്ങൾ കരി. അതായത് ലിറ്റിൽ ഫ്ലവർ സ്കൂൾ. യു, എന്റെ മകൾ എവിടെ? എന്റെ മകൾ, എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ച വീടില്ലേ നിന്നെ ഞാൻ? പീഡിച്ച കേക്കടല്ലാത്തിന്. മാഡം, സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊരു മെസ്സേജ് ഉണ്ട്. ഇവർക്കൊപ്പമുള്ള 5ാമത്തെ ആള് ഒരു വനിതയാണ്. അവൾ ഒഡീഷ റെഡ് സോണിലെ ടോപ്പ് റിക്രൂട്ടറാണ്. ഗീത, ഗീത അല്ല മാഡം, ഹീരാഭായ്. എയർപോർട്ട്, ബസ് സ്റ്റാൻഡ്, റെയിൽവേ
സ്റ്റേഷൻ ചെക്ക് എവരിവെയർ. ഒരിടം പോലും വിട്ടുകളയരുത്. സകല വാഹനങ്ങളും ചെക്ക് ചെയ്യാതെ സിറ്റി കടത്തിവിടരുത്. അടുത്തുള്ള എല്ലാ സ്റ്റേഷനിലും വിവരം അറിയിക്കാം. ഒരു മുക്കും മൂലയും വിടാതെ പരിശോധിക്കണം. ദിസ് ഇസ് മൈ ഓർഡർ. പറയുന്നു സത്യമറിയാതെ മനുഷ്യരിലൂലിലാഴ്ന്നു പോകുന്നു. കാക്കിപ്പടയുടെ പടയോട്ടം, ജീവൻ കാക്കാൻ തേരോട്ടം, നേരിന്നേർ വഴി അറിയും ജീവമരണ പോരാട്ടം. മാഡം, അതിബുദ്ധി കാണിക്കരുത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ഡിറ്റനേറ്ററിൽ ഒന്ന് വിരലമർത്തിയാല് നിങ്ങളുടെ നഗരം കത്തും. നിങ്ങൾ പോലീസ് വലയത്തിലാണ്. സറണ്ടർ ആവുന്നതാണ് നല്ലത്. എന്റെ മകൻ, അവൻ എന്തു പിഴച്ചു? ഇതാ, നീ കരുതുന്ന പോലൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. പ്ലീസ് പ്ലീസ് ഗീത, എന്റെ മോളെ ഒന്നും ചെയ്യരുത്. നിന്റെ മകനെ കൊന്നത് ഞാനല്ല. ഞങ്ങളുടെ സംഘത്തെ നിങ്ങൾ കൊന്നൊടുക്കി. എന്റെ മകനെ കൊന്നു. ഞാൻ നിന്റെ നഗരം കത്തിക്കും. നിന്റെ മകളെ ആന്റി എന്നെ കൊല്ലല്ലേ ആന്റി. ആന്റി ദൈവം എന്നെ ഒരുപാട് നാള് മുമ്പേ ശിക്ഷിച്ചു മോളെ. ഞാൻ ആന്റിനെ മോളല്ലേ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. മോളെ ഞാനൊന്നും ചെയ്യില്ല. ആന്റി നമുക്ക് വീട്ടിൽ പോവാ. പോകാം പോകാം. സെന്റിമെന്റ്സ് മതി. ഒരു കുട്ടിക്ക് കാരണമായി ഒരു വിപ്ലവവും നിൽക്കുന്നില്ല. ഹീര, നീ തളർന്നിരിക്കുന്നു. നിനക്ക് സ്വന്തം മകൻ മരിച്ച ദിവസം നീ പറഞ്ഞ എന്താണെന്ന് നിനക്ക് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. ആന്റി എന്നെ കൊല്ലല്ലെന്ന് പിടിച്ചു പറയുമ്പോ എന്റെ മകനെ തന്നെ ഞാൻ കാണുന്നത്. അവരെടുത്തതാണ് നിന്റെ മകന്റെ ജീവൻ. എന്റെ മകൻ വെടിയേറ്റ് വീഴുന്നത് ഞാൻ കണ്ടു. പക്ഷെ ഈ കുഞ്ഞെന്ത് തെറ്റ് ചെയ്തു? അവൾ പോലീസിന്റെ മകളാണെന്ന തെറ്റ്, അത് മതി. കുട്ടികളെ തട്ടിക്കൊണ്ട് കൊല്ലുന്നതാണ് റെവല്യൂഷൻ. ഇതാ, ബോംബ് ആം ചെയ്ത് നഗരത്തിന്റെ 4 ഭാഗം വെച്ചതുപോലെ ഇതും കൂടി പൊട്ടണം. 1000 ചിതറണം. എന്നാലേ നമ്മുടെ വേദനകൾ അവരറിയൂ. എന്റെ മകനെ കൊന്നത് ഇവളല്ല. നമ്മൾ തീരുമാനിച്ച പദ്ധതി നടപ്പാക്കാൻ എനിക്കറിയാം. രക്തം ചൊരിയുന്നത് വിപ്ലവമല്ല, അത് മറ്റൊരമ്മയുടെ നെഞ്ച് തകർക്കുന്ന ക്രൂരതയാണ്. പോലീസ് നമുക്ക് പുറകെയുണ്ട്. ബോംബ് പൊട്ടാനിലെ നിമിഷങ്ങൾ മാത്രം. കൊല ഒന്നിനും പരിഹാരമല്ല. എന്റെ മകന്റെ വേദന തിരിച്ചടിക്കാൻ മറ്റൊരു കുഞ്ഞിന്റെ ജീവൻ എടുക്കാൻ ഞാൻ തയ്യാറല്ല.
ഹലോ മാഡം, തമ്പുരാമുക്ക് വഴി ഒരു യെല്ലോ വാൻ കടന്നു പോയിട്ടുണ്ട്. കൈ കാണിച്ചിട്ടും അത് നിർത്താതെ പോയിരിക്കുന്നത്. മറ്റൊരു വാഹനത്തെ ഇടിക്കുകയും ചെയ്തു. അവിടേക്കുള്ള എല്ലാ വഴികളും ക്ലോസ് ചെയ്തോളൂ. അവള് രക്ഷപ്പെടാൻ പാടില്ല. യെസ്, ഓക്കെ. പടയുടെ പടയോട്ടം, ജീവൻ കാക്കാൻ തേരോട്ടം, സത്യം കാക്കാൻ അവതാരം, കാക്കിക്കുള്ളിലെ അവതാരം. യെല്ലോ വാൻ പരവൂർ റെയിൽവേ ട്രാക്കിന് സമീപത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ 4 മുക്ക് ക്രോസിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. Oh my God! അവിടെ നിൽക്ക്.